എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ കണക്ഷൻസ് ആണ്. അപ്പൊ റെസിസ്റ്റൻസ് നമ്മൾ ഓരോ സർക്യൂട്ടിൽ എന്ത് ചെയ്യും, കണക്ട് ചെയ്യാറുണ്ട്. അതിന്റെ കണക്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ മെയിൻ ആയിട്ട് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് സീരീസ് സർക്യൂട്ട്, സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ഷൻ ചെയ്യുക. രണ്ടാമത്തെ പാരലൽ സർക്യൂട്ട്, സർക്യൂട്ടിന് പാരലൽ ആയിട്ട് കണക്ഷൻ ചെയ്യുക. മൂന്ന് സീരീസ് പാരലൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക, ഒരുമിച്ച് ഒരു സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ കണക്ഷൻസ് ഓഫ് റെസിസ്റ്റൻസ് മൂന്നായിട്ട് തിരിക്കും: സീരീസ് സർക്യൂട്ട്, പാരലൽ സർക്യൂട്ട് ആൻഡ് സീരീസ് പാരലൽ സർക്യൂട്ട്. അപ്പൊ നമുക്ക് സീരീസ് സർക്യൂട്ട് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീരീസ് സർക്യൂട്ട് ആണ്. അപ്പൊ എന്താണ് സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ 3 റെസിസ്റ്റൻസ് ഇവിടെ വരയ്ക്കാൻ പോവാം. 1 2 3. അപ്പൊ 3 റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിന് നമുക്ക് R1 R2 R3 എന്ന് എഴുതാം. ഓക്കെ, ഇനി സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് കണക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് സീരീസ് കണക്ഷൻ. അപ്പൊ നോക്കുക, ഇതിന്റെ എൻഡ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നേരെ ടെർമിനലിലേക്ക്. അപ്പോൾ റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ എൻഡ് ടു എൻഡ് കണക്ഷൻ ഈസ് നോൺ ആസ് സീരീസ് കണക്ഷൻ. അപ്പോൾ ഈ ഓരോ റെസിസ്റ്ററും എൻഡ് ടു എൻഡിൽ കണക്ട് ചെയ്തുകൊണ്ടേ വരും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇവിടെ ആയിരിക്കും എന്ത് അപ്ലൈ ചെയ്യുക, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാം. ഇനി ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത നോക്കുക, കറണ്ടിന് ഫ്ലോ ചെയ്യാൻ എത്ര പാത്ത് ഉണ്ട് നോക്കി. ആകെ ഒറ്റ വഴിയുള്ളൂ അല്ലെ, വേറെ ഏതെങ്കിലും പാത്ത് ഉണ്ടോ? ഇല്ല. അപ്പൊ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഒരേ ഒരു വഴിയുള്ളൂ. അപ്പൊ ഈ കറണ്ട് നമുക്ക് ഐ എന്ന് പറയാം. അപ്പൊ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? ഐ. ഈ ഐ എന്നത് ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും ഒക്കെ എന്തായിരിക്കും? സെയിം ആണ്. കാരണം ഒരൊറ്റ പാത്തുള്ളൂ, ഒറ്റ വഴിയുള്ള കറണ്ടിന് എന്ത് ചെയ്യാൻ, സഞ്ചരിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഈക്വൽ ടു I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I3 അല്ലെ. അതായത് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ I3 എന്ന് പറയാം, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നതിന് I2 എന്ന് പറയാം, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് I1 എന്ന് പറയാം. ആക്ച്വലി I എന്ന് പറയുന്നത് I1ഉം I2 I3 ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, എന്താണ്? സീരീസ് സർക്യൂട്ടിൽ കറണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ കറണ്ടിന് വല്ല വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. അപ്പൊ സീരീസ് സർക്യൂട്ടിൽ കറണ്ട് എന്നത് I ഈക്വൽ ടു I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I3 ആണ്, സെയിം ആയിരിക്കും. അപ്പൊ ഒറ്റ കറണ്ട് എന്തുണ്ടാവുള്ളൂ? സീരീസ് സർക്യൂട്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വോൾട്ടേജിന്റെ കാര്യം നോക്കാം. നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് V ആണ് അല്ലെ. അപ്പൊ V ഈക്വൽ ടു, ഇനി ഇവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്ന, ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആവും. ഒരു റെസിസ്റ്ററിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഒരു ഡ്രോപ്പ് ഉണ്ടാവും. അതാണ് V1. ഇനി രണ്ടാമത്തെ റെസിസ്റ്ററിൽ ഉണ്ടാവുന്ന ഡ്രോപ്പ് ആണ് V2. മൂന്നാമത്തെ റെസിസ്റ്ററിൽ ഉണ്ടാവുന്ന ഡ്രോപ്പ് ആണ് V3. അപ്പൊ ഓരോ റെസിസ്റ്ററിലും വോൾട്ടേജ് എന്ത് ചെയ്യും? ഡ്രോപ്പ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ റെസിസ്റ്റൻസിനും ഈ കറണ്ടിന് അനുസൃതമായ വോൾട്ടേജ് ഇവിടെ ഉണ്ടായി, ഇതിന് അനുസൃതമായത് ഇവിടെ ഉണ്ടായി, ഇതിനും അനുസൃതമായത് ഇവിടെ ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്യും? വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വോൾട്ടേജ് എന്ത് ചെയ്യുക? ഡ്രോപ്പ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ റെസിസ്റ്റൻസ് ഒക്കെ വേരി ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? വേരിയേഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ V1 V2 V3 ഒക്കെ എന്താണ്? ഡിഫറെന്റ് ആണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, അതായത് V1 പ്ലസ് V2 പ്ലസ് V3 ചെയ്ത് കഴിഞ്ഞാൽ V കിട്ടി. ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പിന്റെ സം ആയിരിക്കും എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് V1 പ്ലസ് ഇവിടെ ഉണ്ടാവുന്നത് V2 പ്ലസ് ഇവിടെ ഉണ്ടാവുന്ന V3. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരു സീരീസ് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പുകളുടെ സം ആയിരിക്കും എന്ത്? അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ശരിയല്ലേ? ഓക്കെ, ഇനി നോക്കാം. V ഈക്വൽ ടു, നമുക്കിനി ഇതിലേക്ക് ഓംസ് ലോ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കറിയാം V ഈക്വൽ ടു എന്താ? ഓംസ് ലോ പ്രകാരം V ഈക്വൽ ടു I ഇൻറ്റു R. ശരിയാണോ? അപ്പൊ നമുക്ക് വിക്ക് പകരം I ഇൻറ്റു R എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇനി ഒന്നാമത്തെ V1ന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എഴുതാം V1 ഈക്വൽ ടു, എഴുതാം V1 V ഈക്വൽ ടു എന്താ? I ഇൻറ്റു R. അപ്പൊ ഇവിടുത്തെ കറണ്ട് I1 എല്ലാം എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് എന്താ? I. ഇനി ഇവിടുത്തെ റെസിസ്റ്റൻസ് ഏതാ? R1.
അപ്പൊ V1 പകരം നമുക്ക് എങ്ങനെ എഴുതാം? I into R1 എഴുതാം. ഓക്കെ, ഇനി അടുത്തത് V2 നമുക്ക് എങ്ങനെ എഴുതാം? I into I2 അല്ലെങ്കിൽ I into R2. അതുപോലെ V3 പകരം എങ്ങനെ എഴുതാം? I into R3 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു V1 V2 V3 പകരം ഇവിടെ എന്ത് ചെയ്യാം? ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ കിട്ടും? V1 പകരം I into R1 പ്ലസ് I into R2 പ്ലസ് I into R3. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടില്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? I കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? I കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ R1 പ്ലസ് R2 പ്ലസ് R3 കിട്ടിയോ? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഐനെ എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ വരും? V/I ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 ഇങ്ങനെ കിട്ടിയോ? ഓക്കെ, നമുക്കറിയാം V/I ഈക്വൽ ടു എന്താ? R ഈക്വൽ ടു V/I ആണ് അക്കോർഡിംഗ് ടു ഓംസ് ലോ. ഓംസ് ലോ പ്രകാരം R ഈക്വൽ ടു എന്താ? V/I. അപ്പൊ ഈ V/Iക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? R കൊടുക്കാം. അപ്പൊ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. അപ്പൊ നമുക്ക് ഫൈനൽ ഫോർമുല കിട്ടി. ഒരു സീരീസ് സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല RT ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. അപ്പൊ ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഇത് എന്ത് സർക്യൂട്ടാ നോക്കുക? സീരീസ് ആണ്. സീരീസിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. അപ്പൊ ഈ ഫോർമുല നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പോ സീരീസ് സർക്യൂട്ടിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻഡ് ടു എൻഡ് കണക്ഷന് നമ്മൾ പറയുന്ന പേര് സീരീസ് കണക്ഷൻ എന്നാണ്. കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി അടുത്തത് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആണ്. അപ്പോൾ ഓരോ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക. ഇത് ഓരോ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വ്യത്യാസമായിരിക്കും അല്ലെ? സെയിം ആണെങ്കിൽ സെയിം വോൾട്ടേജ് ഡ്രോപ്പ്, വ്യത്യസ്ത റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. അതുപോലെ V ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കിട്ടി. അപ്പോൾ സീരീസിൽ വോൾട്ടേജ് ഡിഫറെന്റ് ആണ്, കറണ്ട് സെയിം ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, അത് ഓർത്തിരിക്കുക. സീരീസിൽ കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് ഡിഫറെന്റ് ആണ്. ഇനി അതേപോലെ നമ്മൾ കണ്ടുപിടിച്ചു ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല RT ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഫോർമുലയാണ്. ഇനി സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് എക്സാമ്പിൾ എവിടെയൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ക്രിസ്മസ് ലൈറ്റിനൊക്കെ ഉപയോഗിക്കുന്ന സീരീസ് ലൈറ്റുകളില്ലേ, LED-യുടെ, അതെല്ലാം കണക്ഷൻ ചെയ്തിരിക്കുന്ന സീരീസ് ആണ്. അപ്പൊ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഓരോ ലാമ്പുകളായിരിക്കും അല്ലെ? ഈ ലാമ്പുകളൊക്കെ എങ്ങനെയായിരിക്കും? ഇതേപോലെ സീരീസ് ആയിട്ടായിരിക്കും കണക്ഷൻ ചെയ്യുക. അപ്പൊ ഇതിനൊക്കെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത് ഈ ഒരു മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കേണ്ടത്. അപ്പൊ ഇതാണ് സീരീസ് സർക്യൂട്ട്. ഇനി നമുക്ക് പാരലൽ സർക്യൂട്ടിലേക്ക് പോകാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലൽ സർക്യൂട്ട് ആണ്. അപ്പൊ പാരലൽ സർക്യൂട്ട് എങ്ങനെയാന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ 3 റെസിസ്റ്റർ നമ്മൾ വരച്ചിട്ടുണ്ട്, R1, R2, R3. ഇനി ഇതിന്റെ പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെസിസ്റ്റൻസിന്റെയും സ്റ്റാർട്ടിങ് എൻഡുകളെല്ലാം കൂടി എന്ത് ചെയ്യുക? ജോയിന്റ് ചെയ്യുക. അതുപോലെ ഫിനിഷിംഗ് എൻഡുകൾ കൂടി എന്ത് ചെയ്യുക? ജോയിന്റ് ചെയ്യുക. ഇതിന് അക്രോസ് എന്ത് ചെയ്യുക? സപ്ലൈ കൊടുക്കുക. വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെസിസ്റ്റൻസിന്റെയും സ്റ്റാർട്ടിംഗ് എൻഡുകളെല്ലാം ഷോർട്ട് ചെയ്യുക. അതുപോലെ ഫിനിഷിംഗ് എൻഡുകളെല്ലാം എന്ത് ചെയ്യുക? ഷോർട്ട് ചെയ്ത് അതിന് അക്രോസ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ കണക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് പാരലൽ കണക്ഷൻ. അപ്പോൾ ഇനി ഇതിൽ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഈ ഒരു ജംഗ്ഷൻ കണ്ടോ? ഈ ഒരു ജംഗ്ഷൻ അല്ലെ? അപ്പൊ ഈ 2 ജംഗ്ഷൻ അക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? വോൾട്ടേജ് കൊടുക്കുന്നത്. അപ്പൊ നോക്കുക,
ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് തന്നെയാണ് R3. അതായത് ഈ വോൾട്ടേജ് നേരെ ഇതിലൂടെ ഒന്ന് ഇവിടെ എത്തി അല്ലെ. അപ്പൊ R3യിലും R2യിലും R1യിലൊക്കെ കിട്ടുന്ന വോൾട്ടേജ് എന്താണ്? സെയിം ആണ്. കാരണം പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കണക്ഷൻ ചെയ്തുകൊണ്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ V ഈക്വൽ ടു V1 ഈക്വൽ ടു V2 ഈക്വൽ ടു V3. മനസ്സിലായോ? സീരീസിൽ കറണ്ട് സെയിം ആണ്, പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് എന്താണ്? സെയിം ആണ്. കാരണം എല്ലാ ജംഗ്ഷനിലും ഇതിന് അക്രോസ് കൊടുക്കുന്ന വോൾട്ടേജ് ഒക്കെ എന്താണ്? സെയിം ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ V ഈക്വൽ ടു V1 ഈക്വൽ ടു V2 ഈക്വൽ ടു V3 ആണ്. വോൾട്ടേജ് സെയിം ആണ്. ഇനി കറണ്ട് എന്ന് പറയുന്നത് ഇതിലൂടെ വരും അല്ലെ. ഈ കറണ്ട് ആണ്. ടോട്ടൽ കറണ്ടിന് നമുക്ക് എന്താ പറയാം? IT എന്ന് പറയാം. ടോട്ടൽ കറണ്ട് ഇത് ഇവിടെ എത്തും. ഇനി ഇവിടെ എന്ത് ചെയ്യുന്ന അറിയോ? ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആയിട്ട് പോകും. ഡിപ്പെൻഡ്സ് ഓൺ റെസിസ്റ്റൻസ്. അപ്പൊ കറണ്ട് എന്തായിട്ട് മാറും? സ്പ്ലിറ്റ് ചെയ്യും. ഓരോ റെസിസ്റ്റൻസിന് അനുസരിച്ച് കറണ്ട് എന്ത് ചെയ്യും? മാറിപ്പോവും. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് I1, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് I2, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് I3. അപ്പൊ I എന്നത് ഇവിടെ ഈ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ എന്തായിട്ട്? സ്പ്ലിറ്റ് ആയിട്ട് പോയി. സ്പ്ലിറ്റ് ആവുന്ന ഡിപ്പെൻഡ്സ് ഓൺ ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കറണ്ട് എന്ത് ചെയ്യുക? മാറുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഫോർമുല പ്രകാരം I ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. ശരിയാണോ? അതായത് ഈ 3 കറണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ കറണ്ട് കിട്ടി. അപ്പൊ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I ഈക്വൽ ടു ഫസ്റ്റ് I1 ഈക്വൽ ടു എഴുതാം. നമുക്കറിയാം അക്കോർഡിംഗ് ടു ഓംസ് ലോ പ്രകാരം അല്ലെ, I ഈക്വൽ ടു എന്താ? V ബൈ R. ശരിയാണോ? I ഈക്വൽ ടു V ബൈ R. അപ്പൊ നമുക്ക് ഇവിടെ I1ന് പകരം എങ്ങനെ എഴുതാം? V എന്നത് സെയിം ആണ് അല്ലെ. V1, V2, V3, V ഒക്കെ എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് V ബൈ R. R പകരം R1. അപ്പൊ I2ക്ക് നമുക്ക് എങ്ങനെ എഴുതാം? V ബൈ R2. I3ക്ക് V ബൈ R3 അല്ലെ. അപ്പൊ നമുക്ക് I1ന് I2ക്കും I3ക്കും പകരം ഈ വാല്യൂ എന്ത് ചെയ്യാം? ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും നോക്കാം. I ഈക്വൽ ടു V ബൈ R1 പ്ലസ് V ബൈ R2 പ്ലസ് V ബൈ R3. ശരിയാണോ? നമ്മൾ ചെയ്തത് I1ന് പകരം ഈ പറയുന്ന ഫോർമുല എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം. വിനെ കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ V കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3 ഈക്വൽ ടു I. ഇനി വിനെ എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? I ബൈ V ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3. കിട്ടിയോ? ഇനി ശ്രദ്ധിക്കാം. R ഈക്വൽ ടു എന്താ? V ബൈ I. ശരിയാണോ? ഓംസ് ലോ പ്രകാരം R ഈക്വൽ ടു V ബൈ I. അപ്പോ I ബൈ V നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ R എന്ന് ഇട്ടൂടെ അല്ലെ. നേരെ റിവേഴ്സ് ചെയ്യാം. അപ്പൊ നമുക്ക് I ബൈ Vക്ക് എങ്ങനെ എഴുതാം? 1 ബൈ RT. ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. 1 ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3. അപ്പൊ നമ്മുടെ ഫൈനൽ ഫോർമുല കിട്ടി. പാരലൽ സർക്യൂട്ടിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 1 ബൈ RT ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3. ഇതാണ് നമ്മുടെ ഫൈനൽ ഫോർമുല. ശ്രദ്ധിക്കുക, എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഫോർമുല ഇട്ട് കൊടുത്തിട്ട് ഇതാണ് ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ ശ്രദ്ധിക്കുക, ഇതെന്താണ്? 1 ബൈ RT ആണ്, ഒരിക്കലും ടോട്ടൽ റെസിസ്റ്റൻസ് അല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ RT ഈക്വൽ ടു ഈ ആൻസർ, കിട്ടിയ ആൻസർ 1 ഡിവൈഡ് ബൈ ഈ കിട്ടിയ ആൻസർ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയ? ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുക. ഒരിക്കലും ഇത് വെച്ചിട്ട് ഈ ഫോർമുല ഇട്ട് കൊടുത്തിട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് 1 ബൈ RT എന്ന് പറഞ്ഞ് എഴുതരുത്. ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് കൂടിയിട്ട് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു സിമ്പിൾ ആയിട്ടൊരു ഫോർമുല ഉണ്ട്. അതായത് 3 റെസിസ്റ്റൻസിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോർമുല ഉപയോഗിക്കാം. RT ഈക്വൽ ടു R1 ഇൻറ്റു R2 ഇൻറ്റു R3 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2 പ്ലസ് R2 ഇൻറ്റു R3 പ്ലസ്
R3 into R1. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് വേറൊരു ഫോർമുലയാണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ഫോർമുല എന്ത് ചെയ്യാം ഉപയോഗിക്കാം. ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോർമുല ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത് രണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്യാം. ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടി. അതായത് ഇതാണ് RT ഈക്വൽ ടു ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. ഈ ഫോർമുല വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യണം. കിട്ടുന്ന ആൻസർ 1 ഡിവൈഡ് ബൈ ആ കിട്ടുന്ന ആൻസർ കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുള്ളൂ. അപ്പൊ ഇതാണ് പാരലൽ സർക്യൂട്ട്. അപ്പൊ പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ എല്ലാം സ്റ്റാർട്ടിംഗ് എൻഡുകൾ ജോയിൻ ചെയ്യുക, അതുപോലെ ഫിനിഷിംഗ് എൻഡുകൾ ജോയിൻ ചെയ്ത് അതിന് അക്രോസ് സപ്ലൈ കൊടുക്കുക. അപ്പൊ ഇതില് ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വോൾട്ടേജ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും. കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ റെസിസ്റ്റൻസ്. അതുപോലെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം 1/RT = 1/R1 + 1/R2 + 1/R3 ആയിരിക്കും. അപ്പോൾ അതുപോലെ ഈ സർക്യൂട്ട് എവിടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധാരണ ഹൗസ് വയറിങ്ങിലെല്ലാം ഉപയോഗിക്കുന്നത്, പൊതുവെ എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന പാരലൽ കണക്ഷൻ ആയിരിക്കും. കാരണം നമുക്ക് വോൾട്ടേജ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി, വോൾട്ടേജ് സെയിം ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ വയറിങ്ങിലെല്ലാം ഉപയോഗിക്കുന്ന എന്ത് കണക്ഷനാണ്, പാരലൽ കണക്ഷൻ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പാരലൽ കണക്ഷൻ ആയിട്ട് വരുന്നത്. ഈ ഡെറിവേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സീരീസ് പാരലൽ സർക്യൂട്ട് ആണ്. സീരീസ് പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. നേരത്തെ പഠിച്ച സീരീസും പാരലും കൂടി ഒറ്റ സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സീരീസ് പാരലൽ സർക്യൂട്ട്. ഫോർ എക്സാമ്പിൾ വരച്ചുതരാം. ഇതൊരു റെസിസ്റ്റൻസ് ആണ്, ഇത് അടുത്ത റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഇത് R1, ഇത് R2, ഇത് R3. അപ്പൊ 3 റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നോക്കുക, നിങ്ങൾ ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ R1ഉം R2ഉം തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് പാരലൽ കണക്ഷൻ ആണ്. അതുപോലെ ഈ കോമ്പിനേഷൻ കണക്ഷൻ R3 ആയിട്ട് എന്താണ്, സീരീസ് ആണ്. അപ്പൊ പാരലും വന്നു സീരീസും വന്നു. ഈ സെക്ഷൻ പാരലൽ, ഈ സെക്ഷൻ ഇത് രണ്ടും കൂടി സീരീസ്. അപ്പൊ പാരലും വന്നു സീരീസും വന്നു. അപ്പൊ ഇങ്ങനത്തെ സർക്യൂട്ട് നമ്മൾ പറയുന്ന പേരാണ് സീരീസ് പാരലൽ സർക്യൂട്ട്. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പൊ R1ഉം R2ഉം തമ്മിൽ എങ്ങനെ പാരലൽ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, പാരലൽ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പൊ R1ഉം R2ഉം തമ്മിൽ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. അപ്പൊ 1/RP ചെയ്യാം. 1/RP എന്ന് പറയുമ്പോൾ 1/R1 + 1/R2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. അപ്പൊ ഈ സെക്ഷന്റെ റെസിസ്റ്റൻസ് ആണ് 1/RP എന്ന് വെച്ചാൽ പാരലൽ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു അല്ലെ. അപ്പൊ നമുക്ക് കിട്ടി എന്താ, ഈ സെക്ഷൻ ചെയ്തപ്പോൾ 1/RP എന്ന് പറഞ്ഞ് കിട്ടി. ഇനി 1/RPയും R3യും തമ്മിൽ എന്തായിരിക്കും, സീരീസ് ആണ്. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. RT = 1/RP + R3. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ സെക്ഷൻ കിട്ടിയ റെസിസ്റ്റൻസിന്റെ ഒപ്പം ഇവിടുത്തെ വാല്യൂ കൂടി സീരീസ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. അപ്പൊ ഇതാണ് സീരീസ് പാരലൽ സർക്യൂട്ട്. നമുക്കിനി സീരീസ് പാരലൽ സർക്യൂട്ടിന്റെ കമ്പാരിസൺ ചെയ്യാം. അപ്പൊ ഒരു 6 പോയിന്റ് ഉണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കാം, സീരീസും പാരലൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ് പോയിന്റ്, 1 പാത്ത്. അതായത് സീരീസ് സർക്യൂട്ടിൽ ഒറ്റ പാത്തേ ഉണ്ടാവുള്ളൂ, നമ്മൾ പഠിച്ചു. അതുപോലെ പാരലൽ പാത്തിൽ എന്ന് പറയാൻ നമ്പർ ഓഫ് പാത്ത് കൂടുതലായിരിക്കും അല്ലെ, മെനി പാത്ത് ഉണ്ടാവും. സീരീസിൽ ഒരു പാത്ത്, പാരലൽ ആണെങ്കിൽ മെനി പാത്ത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുക, സീരീസിൽ കറണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ സീരീസ് കറണ്ടിൽ ഒറ്റ പാത്തുള്ളൂ, അതുകൊണ്ട് തന്നെ അതിലൂടെ ഒഴുകുന്ന കറണ്ട് എല്ലാവിടെയും എന്തായിരിക്കും, എല്ലാ റെസിസ്റ്റൻസിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. പക്ഷേ നമ്മുടെ പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ റെസിസ്റ്റൻസ്. അപ്പൊ ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പാരലൽ സർക്യൂട്ടിൽ പോകുന്ന കറണ്ട്. അപ്പൊ കറണ്ട് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും, അത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് വോൾട്ടേജ്. സീരീസിൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിഫറെന്റ് ആണ് അല്ലെ. നമുക്കറിയാം ഓരോ റെസിസ്റ്റൻസിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് V = V1 + V2 + V3 ആണ്. അതുകൊണ്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സീരീസിൽ ഡിഫറെന്റ് ആണ്. പാരലൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ എല്ലാ റെസിസ്റ്റൻസിലും കിട്ടുന്ന വോൾട്ടേജ് V = V1 = V2 = V3 ആയിരിക്കും. അപ്പൊ വോൾട്ടേജ് എന്തായിരിക്കും, പാരലൽ സെയിം ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് നോക്കാം,
ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല R1 ഈക്വൽ ടു RT ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. അതുപോലെ പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ 1/RT ആണ്. 1/RT ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പോയിന്റ് ആണ്. അതായത് നമ്മുടെ സീരീസ് കണക്ഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. സീരീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും അല്ലെ. അപ്പോൾ ഈ ഒരു ഫോർമുല ഇതുപോലെ സീരീസ് ആയിട്ട് കണക്ഷൻ ചെയ്തതിൽ ഏറ്റവും ലാർജസ്റ്റ് റെസിസ്റ്റൻസ്, അപ്പോൾ ഇതിപ്പോ 1, ഇത് 2, ഇതിപ്പോ 5 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കണക്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസിലെ ലാർജസ്റ്റ് വാല്യൂവിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ഇത് മൂന്നും ആഡ് ചെയ്ത് എന്തായാലും എന്ത് ചെയ്യും? 5-നേക്കാളും മുകളിലായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ സീരീസ് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലാർജസ്റ്റ് റെസിസ്റ്റൻസിനേക്കാളും മുകളിലായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ സീരീസ് സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ലാർജസ്റ്റ് വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി രണ്ടാമത്തെ പാരലൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണക്ഷൻ ചെയ്തിരിക്കുന്നതിൽ ഇതിപ്പോ 1, ഇത് 5, ഇത് 8 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 1, 5, 8 ഇത് പാരലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് RT എന്ന് പറയുന്നത് ഈ പാരലൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും സ്മാളസ്റ്റ് വാല്യൂ 1 ആണ് അല്ലെ. ഇപ്പൊ 1-നേക്കാളും കുറവായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ഇത്ര ഉള്ളൂ. നമ്മൾ കണക്ഷൻ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഏതായിരുന്നോ അതിനേക്കാളും കുറവായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. സീരീസ് ആകുമ്പോൾ റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ കൂടി വരും. പാരലൽ ആണെങ്കിൽ നിങ്ങൾ പാരലായിട്ട് കണക്ഷൻ ചെയ്യും തോറും വാല്യൂ ടോട്ടൽ റെസിസ്റ്റൻസ് വാല്യൂ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്ത് വരും. എന്ന് വെച്ചാൽ കുറഞ്ഞു വരും. അപ്പൊ കണക്ഷൻ ചെയ്തിട്ടുള്ള ലീസ്റ്റ് വാല്യൂ ഏതാണോ അതിനേക്കാളും കുറവായിരിക്കും എന്ത് ചെയ്യുക? ടോട്ടൽ റെസിസ്റ്റൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള പോയിന്റ് ആണ്. അതൊന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, ഇതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സീരീസ് ആൻഡ് പാരലൽ.